ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ വംശഹത്യ ഏതെന്ന് ചോദിച്ചാൽ അത് സിഖ് വംശജരുമായി ബന്ധപ്പെട്ടതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇത്രയും നാളും കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടമായപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അന്ന് ആ വംശഹത്യക്ക് പിന്നിൽ ഞങ്ങളാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? അത് മറ്റു വഴികളൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ സിഖ് കൂട്ടക്കൊല അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് വ്യക്തമായി. മാത്രമല്ല, സജ്ജൻ കുമാറിനെ പോലുള്ളവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജഗദീഷ് ടൈറ്റ്ലറിനെയൊക്കെ പോലെയുള്ളവർ കുറ്റാരോപിതനായിട്ട് അതുപോലെയുള്ള നിരവധി നേതാക്കൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ കേസ് അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ ഭരണം അവിടെ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു. ഇനി കോൺഗ്രസ്സിന് പഞ്ചാബിൽ ഒരു തിരിച്ചുവരവില്ല. അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആണ് അവിടെ ഭരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പഴയതുപോലെ ഈ അകാലിദളും BJP സഖ്യവും അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഒഴുക്ക് BJPയിലേക്ക് സംഭവിച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പോലെയുള്ള അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ തന്നെ ഇന്ന് BJPയിലാണ്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ന് മറ്റ് വഴികൾ മുമ്പിലില്ലാതെ ഒരു കുറ്റസമ്മതം, ഞങ്ങളോട് ക്ഷമിക്കണം, അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തോടനുബന്ധിച്ചാണ് സിഖ് കൂട്ടക്കൊല അവിടെ അരങ്ങേറിയത് എന്ന് നമുക്കറിയാം. അന്ന് ഈ വലിയ തോതിൽ സിഖുകാർ വേട്ടയാടപ്പെട്ടപ്പോൾ, സിഖ് സ്ത്രീകൾ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായപ്പോൾ ഒക്കെ അവർ വലിയ കൊള്ളയും കൊള്ളിവയ്പ്പുമാണ് ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും നടന്നത്. അപ്പോൾ അന്ന് അന്നത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാൻ നിരവധി പ്രതിപക്ഷ പാർട്ടികൾ അന്നുണ്ടായിരുന്നു. അതിൽ അന്നത്തെ BJPയുടെ സമുന്നതനായ നേതാവ്, പിൽക്കാലത്ത് പ്രധാനമന്ത്രിയൊക്കെ ആയ വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി, അന്ന് ഇത് കോൺഗ്രസ്സുകാർ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നു. ഇങ്ങനെ സിഖ് കൂട്ടക്കൊല, സിഖ് വംശജരെ തെരഞ്ഞു പിടിച്ചു ഈ റേഷൻ കാർഡിൻ്റെ ലിസ്റ്റ് നോക്കി, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി അവരെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും. വലിയ കൂട്ടക്കുരുതിയാണ് അരങ്ങേറിയത്. ഈ പറയുന്നത് പോലെ 3000-ോ 4000-ഓ ഒന്നും അല്ല, അതിനേക്കാൾ മുകളിലാണ് മരണസംഖ്യ. രാജ്യമെങ്ങും അവർ വേട്ടയാടപ്പെട്ടു. അവിടെ ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയെല്ലാം സിഖുകാരുണ്ടോ അവിടെയെല്ലാം സിഖുകാരെ അതിക്രൂരമായിട്ട് ഇവർ വേട്ടയാടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അന്ന് വാജ്പേയി പറഞ്ഞു, ഇത് അവസാനിപ്പിക്കണം, കോൺഗ്രസ് ഇതിന് മുൻകൈ എടുക്കണം രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞു. അന്ന് രാജീവ് ഗാന്ധിയുടെ മറുപടി, വൻ മരം വീഴുമ്പോൾ ഭൂമി ഒന്ന് കുലുങ്ങും, അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അന്ന് ഈ വൻമരത്തിൻ്റെ വീഴ്ച ഭൂമിയെ കുലുക്കി എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് അത് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വലിയ വിധി വൈപരീത്യമാണ്, ചരിത്രത്തിലൊരു തിരിച്ചടിയാണ്, കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അച്ഛൻ പറഞ്ഞത് വളരെ നിസ്സാരമായിട്ട് വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്നാണ് പറഞ്ഞത്. ഇന്ന് മകൻ അതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായിട്ട് സംവദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ബ്രൗൺ യൂണിവേഴ്സിറ്റി, US-ലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിൽ വിദ്യാർത്ഥികളുമായിട്ടൊരു സംവാദം സംഘടിപ്പിച്ചു. ആ സംവാദത്തിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത്. മുമ്പും രാഹുൽ ഗാന്ധിയും ചില കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് പറ്റിയൊരു പിഴവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പിഴവ് പരിഹരിക്കാൻ, ഒരു പരിധിവരെ പരിഹരിക്കാനും കൂടിയാണ് സോണിയയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത്. ഒരു സിഖ് വംശജനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് കോൺഗ്രസ് ഈ പാപഭാരത്തിൻ്റെ ആ ചുമട് ഒന്ന് ഇറക്കി വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിലൊന്നും അവർ വിജയിച്ചില്ല. പറയുന്നത് പോലെ മൻമോഹൻ സിംഗിന് വലിയൊരു ഒരു വലിയ ഫിഗറായി മാറിക്കൊണ്ട് ഈ സിഖുകാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഒരു പാലമായിട്ട് വർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് കുറച്ചെങ്കിലും സാധിച്ചത് അമരീന്ദർ സിംഗിനാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിൽ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു.
അദ്ദേഹം തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു വലിയ ഫേസായി അവിടെ മാറി. അങ്ങനെ കോൺഗ്രസ്സിന് അദ്ദേഹം നഷ്ടപ്പെട്ട പ്രതാപം അവിടെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമം അദ്ദേഹം നടത്തുകയും ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് സോണിയയിൽ നിന്ന് രാഹുൽ അധികാരത്തിലേക്ക് കോൺഗ്രസിൻ്റെ അധികാരം രാഹുലിൻ്റെ കൈകളിലേക്ക് വന്നപ്പോൾ അവിടെ അമരേന്ദർ സിംഗിന് യാതൊരു പ്രാധാന്യവും ലഭിക്കാതെയായി. ഈ രാഹുൽ ഈ അടിമകൾ എങ്ങനെയാണോ ഉടമകൾ അടിമകളോട് പെരുമാറുന്നത് ആ ഒരു രീതിയിലാണ് അമരേന്ദർ സിംഗിനോടും ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിനോടും ഒക്കെ പെരുമാറിയിരുന്നത്. അത് ഈ ഹിമന്ത ബിശ്വാസിനും ക്യാപ്റ്റൻ അമരേന്ദർ സിംഗിനും ഒന്നും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ എല്ലാവരും കോൺഗ്രസ് വിട്ടുപോയി. ഇതാണ് സംഭവിച്ചത്. ഇത് രാഹുൽ കാരണമാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഏറ്റുപറച്ചിൽ, ഈ സിഖ് കൂട്ടക്കൊലയ്ക്ക് ഞങ്ങൾ ഉത്തരവാദികളാണ് എന്നുള്ള ഏറ്റുപറച്ചിൽ വീണ്ടും പഞ്ചാബിനെ തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഒരു നാടകമായിട്ടേ കരുതാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത രാഹുൽ ഗാന്ധിക്കുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇപ്പോൾ അവിടെ അവർ ഈ സംവാദം നടക്കുന്ന അവസരത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് നാളെ പഞ്ചാബും BJP കൊണ്ടുപോകും എന്നാണ്. അപ്പോൾ വളരെ വ്യക്തമാണ് കാര്യം. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ. അതോടൊപ്പം തന്നെ വലിയ സമാധാനത്തിന്റെ പാർട്ടിയാണ് ഞങ്ങൾ. അതെ, സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ പോകില്ലെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഈ ലോകം കണ്ട തന്നെ ഒരു വലിയ കലാപത്തിന്റെ നേതൃത്വം. അത് ഈ സിഖ് കലാപം മാത്രമല്ല ശ്രീജിത്തെ, മറ്റു നിരവധി കലാപങ്ങൾ നമുക്കറിയാം. BJPയും മറ്റുമൊക്കെ എന്നാണ് ശക്തി പ്രാപിച്ചു വരുന്നത്? 1980 ശേഷമാണ് BJP ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ജനസംഘമായിരുന്നു. ജനസംഘവും RSSനും ഒന്നും ജനസംഘത്തിനും ഒന്നും യാതൊരു വേരോട്ടവുമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ കലാപം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടിട്ടുണ്ട്. ഈ ഹിന്ദു മുസ്ലിം കലാപം പലതും കോൺഗ്രസ് നടത്തിയ കലാപങ്ങളാണ്. നമുക്ക് ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഹരിയാനയിലും ഒക്കെ നടന്ന പല കലാപങ്ങളുമുണ്ട്. ഗുജറാത്തിൽ തന്നെ നടന്ന വലിയ കലാപങ്ങൾ പലതുമുണ്ട്. അതിലെല്ലാം ഒരു വശത്ത് കോൺഗ്രസ്സാണ്, മറുവശത്ത് മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം പിൽക്കാലത്ത് ഇത് RSSൻ്റെ തലയ്ക്ക് വെച്ച് കെട്ടപ്പെടുകയായിരുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ചരിത്രപരമായിട്ട് നമുക്കത് ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന ഹിന്ദു മുസ്ലിം കലാപങ്ങളുടെ പുറകിൽ കോൺഗ്രസ്സിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് സിഖ് കൂട്ടക്കൊലയിലും നമുക്കറിയാം വളരെ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ്സുകാർ സിഖുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതാണെന്നുള്ളത് ഇന്നിപ്പോൾ പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ കലാപങ്ങൾ രാജ്യത്തെമ്പാടും ഉണ്ടാക്കുന്നതിൽ ഒരു കാലത്ത് കോൺഗ്രസ്സിന് വലിയ പങ്കുണ്ടായിരുന്നു. കോൺഗ്രസ് ഭരണാധികാരികൾക്ക് പങ്കുണ്ടായിരുന്നു. ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിൽ അവർ കൃത്യമായിട്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിക്ക് നിർത്തിയിരുന്നു. ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായം വേണം, കോൺഗ്രസ് പാർട്ടിയുടെ തണലില്ലാതെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം അവർ സൃഷ്ടിക്കുകയായിരുന്നു. അതിന് ഇരയായത് വാസ്തവത്തിൽ RSS ആണ്. ഇതെല്ലാം RSSൻ്റെ അക്കൗണ്ടിൽ ചേർക്കപ്പെട്ടു. RSSകാർ നിങ്ങളെ കൊല്ലും, നിങ്ങളെ ഈ രാജ്യത്ത് നാട്ടി ഓടിക്കും, നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോ എന്ന് ഒരു സന്ദേശമാണ് കോൺഗ്രസ് അന്ന് ആ കലാപങ്ങളിലൂടെ എല്ലാം മുസ്ലിങ്ങൾക്ക് നൽകിയത്. മുസ്ലിം ജനവിഭാഗത്തെ തങ്ങളുടെ ഒപ്പം നിർത്തി അതൊരു വോട്ട് ബാങ്കാക്കി അതിനെ ചൂഷണം ചെയ്യുകയായിരുന്നു കോൺഗ്രസ്. അത് അവർക്ക് അടി തെറ്റിയത് ഈ പറയുന്നത് പോലെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയം ആളിക്കത്താൻ തുടങ്ങിയതോടുകൂടി കോൺഗ്രസ്സിന് വലിയ തോതിൽ അതിന് തിരിച്ചടി കിട്ടി. അത് മറ്റൊരു ചരിത്രമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ സിഖ് കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് പഞ്ചാബ് തിരികെ പിടിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അതിനുള്ള കരുത്ത് ഇന്ന് രാഹുലിനും കോൺഗ്രസ് പാർട്ടിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.